friends, welcome to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്, അഫ്ഗാനി ഓംലെറ്റ്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അഫ്ഗാനി ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. നമുക്കിതിന് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിനകത്തോട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഒരു വലിയ പൊട്ടറ്റോ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇതൊരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോ ഒന്ന് ഒരു 2-3 മിനിറ്റ് വഴറ്റിയപ്പോൾ ചെറുതായി ഒന്ന് സോഫ്റ്റായി വന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫൈൻലി ചോപ്ഡ് ആയിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരു മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് 2 ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു വലിയ ടൊമാറ്റോ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇത് പൊട്ടറ്റോയും സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കണം. അതിന് മുന്നേ നമുക്കിതിങ്ങനെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം. ഈ പൊട്ടറ്റോൻ്റെ ഒരു ബേസ് ഇങ്ങനെ ആക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ വേണം മുട്ട ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കുവാണ്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മുട്ടയുടെ അളവ് മാറ്റാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കണം. അതിന് മുന്നേ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഇടണം. പിന്നെ 2 ഗ്രീൻ ചില്ലി ഇങ്ങനെ മുറിച്ച് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടാലും മതി. ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇങ്ങനെ ഇതിലേക്ക് കൊടുക്കാം. ഇത് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പം നമ്മുടെ അഫ്ഗാനി ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് വേവണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വേവിക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഇത് ഓൾറെഡി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യാം. ബട്ട് ഇപ്പോൾ തന്നെ ഇത് ഓൾറെഡി നല്ല സ്പൈസി, അപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഓംലെറ്റ് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ബണ്ണിൻ്റെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്, ഡിഫറൻറ്റുമാണ്. അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്